രാത്രിത്തെ ഫുഡാണ്. അപ്പോൾ അവിടെ വന്നതാണ്. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു, അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് വഴികളാണ്. നമ്മൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തിട്ട്. കണ്ടോ, ഭയങ്കര മനോഹരമായിട്ടിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല നല്ല പൂക്കൾ, ഈ പൂവൊക്കെ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയും. പിന്നെ നല്ല നല്ല പൂക്കളുണ്ട്. ഒരു കാടാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നല്ല കാടിൻ്റെ പ്രദേശമാണ്. അപ്പോൾ കാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കില്ല. അതിനെക്കാട്ടിക്ക് വരിക എന്ന് പറഞ്ഞൊരു സുഖമല്ലേ, മനസ്സിന് ഒരു സമാധാനമൊക്കെയാണ്. വയറും നിറച്ച് നമുക്ക് ഭക്ഷണം തന്നിട്ടാണ് ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിച്ച് വിടുന്നത്. എല്ലാ ആഗ്രഹങ്ങളും നമ്മളെല്ലാ സ്വപ്നങ്ങളും നിറവേറ്റും അവനെയും കാട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ കാടൊക്കെ കണ്ടില്ലേ, എന്ത് രസമല്ലേ, മരങ്ങൾ, പൂക്കള്, രസമൊക്കെ കാണാം. പിന്നെ ഈ ഒരു ഇല നമ്മുടെ വീട്ടിലുണ്ട്, ഒരു തെങ്ങ്, പക്ഷെ ഇത്ര ഭംഗിയില്ല കേട്ടോ. നമ്മുടെ നേരെ തെങ്ങ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സാരിക്കൊന്ന് കാണിക്കേ, ഇതിനോടെ കൂടെ പോയപ്പോൾ എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ. സാരിക്ക് കാണിക്കണേ. കുറേ വർഷം നമ്മൾ മൂകാംബികയിൽ ചെന്നപ്പോൾ ഉടുപ്പില്ലേ, അത് ഈ സാരി. മൂകാംബിക വീഡിയോ കണ്ടോ ആൾക്കാർ? അവിടെ ഇവിടെ നിറച്ച് ഇവിടെ ഈ ഭാഗത്ത് എന്താണെന്നറിയോ, നിറച്ച് കുളങ്ങളാണ്. എല്ലാവരും വീട്ടിലും കുളങ്ങൾ. കുളങ്ങളൊക്കെ പായൽ പിടിച്ച് കൊടുക്കുക കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം കാണുമ്പോഴേ എന്താണെന്ന് അറിയില്ല. കുറേ കുളങ്ങളുണ്ട്, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പായലൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ ഒരു വലിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവർ വീട്ടുകാരുടെ ആരോ താമസിക്കാനുള്ളവരുടെയൊക്കെയാവും. നല്ലൊരു കൂണ് കണ്ടത്, നല്ല കൂണ് കണ്ടോ, അടിപൊളി കൂണല്ലേ, നല്ല രസമാണ്. അങ്ങനെ ആവണങ്ങാട്ടിൽ നിന്നൊക്കെ പോയി വന്നതിന് ശേഷം തുണികൾ കഴുകിയിടാനായിട്ട് നോക്കിയപ്പോൾ പിറ്റേ ദിവസം കേട്ടോ തുണികൾ നമ്മുടെ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ല. അതായത് വാഷിംഗ് ഉണ്ട്, പക്ഷെ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തുകൊണ്ട് ചേട്ടൻ കൊണ്ടുവന്ന് വെച്ച് തന്നു ബക്കറ്റിൽ തുണികൾ കഴുകിയതൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്നു. അപ്പം ഞാൻ അതൊക്കെ പിഴിഞ്ഞു കൂട്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ നല്ല ക്ഷീണം തോന്നി ഇന്നലെ. അപ്പോൾ വന്ന വഴിക്ക് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കും, ഞാൻ എൻ്റെ മനസ്സിലൊക്കെ ഡ്രയർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 2 ദിവസം ആകുമ്പോഴേക്കും ഉണങ്ങും മഴക്കാലത്ത്, അല്ലെങ്കിൽ അത് അന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വക കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും ഡ്രയർ വർക്ക് ചെയ്യുന്നില്ലടോ. അപ്പം ഞാൻ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ വന്നിട്ട് വേൾപൂളിൻ്റെയാണ് വർഷങ്ങളായി. അപ്പോൾ അത് ആ കാരണം ഇനി ഇപ്പോൾ ഡ്രയർ ഇപ്പോഴാണ് കംപ്ലയിൻസുകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. മുൻപ് അത് വാഷ് ചെയ്യുന്നത് നമുക്ക് കംപ്ലയിൻ്റ് ആയിരുന്നു, അതിന് ശേഷമാണ് ഇപ്പോൾ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഓരോന്ന്. അപ്പോൾ അത് ഒരെണ്ണം ചളി നിറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് ചേട്ടൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ അത് ഊരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ 100 കൂട്ടം പണി എന്ന് വെച്ചാൽ ചേട്ടന് പോകാൻ ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത് ഒരു പരിപാടിയായപ്പോൾ ഇത് കൊണ്ടുവന്നിടാനായിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി എന്താ പറയുക സിമ്മിലൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടണത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കൊരു പണികൾ നമ്മുടേതായ ഒരു പണികൾ ഒരു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു പണിമുടക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആവിലാതിയാണ്. വേനൽക്കാലമായിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് മഴക്കാലം വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും മഴക്കാരും ഇതാവുമ്പോൾ നന്നായി ഉണങ്ങൂല, അതൊരു സ്മെല്ല് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടു വയ്ക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ വെള്ളം അങ്ങ് ഇതായി പോകില്ല, അല്ലെങ്കിൽ അകത്തേക്ക് നമ്മളെ ഒരു ബെഡ്റൂം തുണികൾ ഇടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഇടുന്നില്ല, ഇടണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉണക്കി എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ അതൊരു ബെഡ്റൂം തന്നെയായിട്ട് തന്നെ വീണ്ടും ചെയ്യാമെന്നുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ
ഒന്നാമത് ഡ്രസ്സുകളെല്ലാം കരിമ്പനടിച്ച് ഒരു കൂറ കുത്തി എനിക്ക് അത് ഉപേക്ഷിക്കില്ല. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ചേട്ടൻ്റെ പാൻസും പിന്നെ ജീൻസൊക്കെ ഉണ്ട്. അതൊക്കെ എത്ര പിഴിഞ്ഞാലും വെള്ളം അങ്ങനെ പോവില്ലല്ലോ. പിന്നെ അത് ഇടാനും. അപ്പോൾ ഇതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും മാത്രമല്ല വലിക്കണം. പിന്നെ നല്ല വഴുക്കലുണ്ടേ മഴക്കാലത്ത്. നമ്മളിങ്ങനെ ഓടി വന്ന് നമുക്ക് തുണികളൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ മുള കുത്തി വെച്ചിട്ടാണ് നമ്മൾ അഴിക്കാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 മഴയാകുമ്പോഴേക്കും മുള ഒടിഞ്ഞു വീണു. അത് ഇവിടെ തൊട്ട് ഞാൻ കാണിക്കാറുണ്ടല്ലോ അപ്പുറത്ത് പറമ്പിലത്തെ ആ മുളയാണ്. അപ്പോൾ അതിനധികം ബലമില്ല. അപ്പോൾ നാടനല്ല മുള, അതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഞങ്ങൾ ആകെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണികൾ ഇവിടെ ചേട്ടനുള്ളത് നോക്കിയപ്പോഴാണ് നിറച്ച് ചവറ് കെടുക്കുന്നത്. അപ്പോൾ വേഗം എന്ത് വിചാരിച്ചു, ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴുണ്ടല്ലോ എന്നെ നോക്കിയിട്ട് സുന്ദരി ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ നേരത്തെ ഇങ്ങോട്ട് കയറി വന്നു. എനിക്ക് പേടിയാണ് അകത്തേക്ക് കയറി വരുമ്പോഴേ. അത് കാരണം ഞാൻ വേഗം അവളെ അങ്ങോട്ട് പുറത്തേക്ക് തന്നെ ആട്ടി ഓടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓടിപ്പിച്ചു ആര് പറിച്ചു എന്നോട് ചോദിച്ചു നീ കയറാന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അടിച്ചു വരുന്ന പരിപാടികൾ കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വിയർത്ത് കുളിച്ചിട്ടാണ് ഇരിക്കണത്. എന്നിട്ട് അപ്പം തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്. എനിക്കത് വേറെ ദിവസത്തേക്ക് കാണിക്കാൻ, എനിക്ക് അന്നുള്ളത് കാണിക്കണം എന്നാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പം തന്നെ വോയിസ് ഓവർ ചെയ്ത് അപ്പം തന്നെ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കടിച്ചു കൂട്ടി വെച്ചിരിക്കും. അത് വാരി കളയണം, മുറ്റത്തേക്ക് ഇടാൻ പറ്റില്ല. അത് എന്തെങ്കിലും ചെയ്ത് കളയണം അവിടെ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ വോയിസ് ഓവർ കൊടുക്കണം നേരത്തെ ഇവിടെ കയറി വന്നിരിക്കണോ. എന്തിനാ വന്നത്? ചുന്തിരി എന്തിനാ വന്നത്? അങ്ങനെ വരാൻ പള്ളിയെ പറഞ്ഞിട്ടില്ലേ, അകത്തേക്ക് കയറരുത്. അതെയാ? അവള് പേടിച്ചു തോന്നുന്നുണ്ട്. ഞാൻ അകത്തുനിന്നല്ലേ വന്നത്. എന്തിനാ? അവൾക്ക് ഇൻസൾട്ടിങ് ആയി തോന്നുന്നു. ചേട്ടനോട് പരാതി പറയണ്ടായിരുന്നു. ചേട്ടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറരുത് പറഞ്ഞിട്ടില്ലേ നിന്നോട്? അകത്ത് കയറരുത് പറഞ്ഞിട്ടില്ലേ? ഇന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ മീമി തരില്ല കേട്ടോ നിനക്ക്. അകത്ത് കയറി കഴിഞ്ഞാൽ നിനക്ക് മീമി തരില്ല. ഓക്കെ, അപ്പം നീ അകത്ത് കയറിക്കോട്ടെ. അപ്പോൾ നീ കൊള്ളി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. കൊള്ളി വാങ്ങിച്ചു കൊണ്ടുവന്നത് ചേട്ടൻ. അപ്പം അത് കുറച്ചുള്ളൂ. അപ്പം അത് നന്നാക്കി കറിയും നമ്മളൊരു പെരി പോലെ വെച്ചു. പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായ ഇല്ല, ചക്കക്കുരും മാങ്ങ ഇട്ടില്ല, ഒത്തിരി പുളി ഒഴിച്ചിട്ടുള്ള പരിപ്പും ഇട്ടിട്ടുള്ള ഒരു ചാറ് കറിയാക്കി. പിന്നെ നമ്മളുടെ കോവയ്ക്ക ഒത്തിരി ഉപ്പേരി വെച്ചിട്ടുണ്ട്. കോവയ്ക്ക അത് പിന്നെ വൈകിട്ടത്തേക്കും വേണം. കൊള്ളിപ്പോൾ കഴിയും, ഒത്തിരി ഉള്ളൂ. അപ്പോൾ പിന്നെ അത് അങ്ങനെയൊക്കെ ഓരോ ഇതാക്കി വെച്ചു കൂട്ടാം. പിന്നെ ഞാൻ ഇന്നലത്തെ എന്താ പറയുക ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് തന്നെയാണ് ഈ ഒരു എന്താ പറയുക പപ്പായൊക്കെ. എന്താ ഞങ്ങളുടെ മാങ്ങ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും കേടായി പോകുന്ന ഒരു മാങ്ങ. ആ മാങ്ങ എപ്പോഴും അവിടെ ഇരുന്ന് കേടായിട്ടുള്ളതാണ്. അപ്പോൾ അത് അടങ്ങി മാറ്റി വെച്ചു കേട്ടോ. എന്താ ചെയ്യാം, എപ്പോഴും ഇങ്ങനെ മാങ്ങ കേടായി പോയോ. ഒന്നും കഴിക്കാൻ കൊള്ളില്ല, ഒന്നും കഴിക്കാൻ കൊള്ളില്ല. ഞാൻ തുടക്കട്ടെ, അത്രയും വയ്യാർത്ത ഒരു പരിവായി ഞാൻ. ചേട്ടൻ വിളിച്ചു പോണു. അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. മാങ്ങ വല്ലപ്പോഴൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 50 മാങ്ങ എങ്ങാനും പഴുത്തത് ഈ ഇതുമത്തെ കഴിച്ചിട്ടുണ്ടാവും. ഈ നമ്മളെ ഈ ഞാൻ പറയില്ലേ പേരറിയാത്തൊരു മാങ്ങ അത് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഒന്നും കഴിച്ചിട്ടില്ല. സുന്ദരി ഫുള്ള് ഇൻസൾട്ടിങ് ആയിട്ട് ഇപ്പോൾ എവിടേക്കോ കറങ്ങാൻ പോയിക്കാ തോന്നുന്നുണ്ട്. അവൾക്ക് ഫുള്ള് ഇൻസൾട്ടിങ് അവളോട് പറഞ്ഞിട്ടുള്ളതാണ്. അകത്തോട്ട് വരല്ലടി എന്ന്. അപ്പോൾ ഇൻസൾട്ടിങ് ആയിട്ട് പോയിക്കാണ് ആൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അജിന്ത്യ മിസ ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.